ഹായ് കൂട്ടുകാരെ, ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ തായ്ലാൻഡിലേക്ക് പോവുകയാണ്. രാവിലെ 7:30 തായ്ലാൻഡിലെ ഡോൺ മുവാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്തു. അതൊരു ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. എങ്കിലും തായ്ലാൻഡ് എയർലൈൻസ് അതുപോലെയുള്ള ചില എയർലൈൻസിന് മാത്രം അവിടെ അറൈവൽ ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ തായ്ലാൻഡിലെത്തിയതിന് ശേഷം നമുക്ക് അവിടെ നിന്നൊരു സ്പെഷ്യൽ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബസ്സിൽ നമ്മൾ പട്ടായയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസകരമായൊരു അനുഭവമായിരുന്നു. കാര്യം റോഡ് സൈഡിലൊക്കെ നമ്മൾ പുതിയൊരു രീതിയിലുള്ള കൺസ്ട്രക്ഷൻസും പുതിയ രീതിയിലുള്ള ട്രാഫിക് സിസ്റ്റവും ഒക്കെ നമ്മൾ കാണുകയാണ്. പിന്നീട് നമ്മൾ അപ്പോഴേക്കും നന്നായിട്ട് വിശക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശപ്പൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ വെച്ചിട്ട് ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് തന്നെ ഒരു കടുവ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര രസകരമായൊരു അനുഭവമായിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കടുവയുടെ കൂടെയായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അത് അവിടുത്തെ കോണ്ടിനെൻ്റൽ ഫുഡ് വിത്ത് ജാപ്പനീസ് സ്റ്റൈലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര പുറപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പിന്നീട് നമ്മൾ നേരെ പോയത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന തായ്ലാൻഡിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാഴ്ച. കാര്യം അത്ഭുതകരം എന്ന് പറയാം, മനുഷ്യനിർമ്മിതമായ ഒരു വുഡൻ സ്ട്രക്ചർ, ഒരു കൊട്ടാരം. അതിൻ്റെ ചരിത്രവും അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് എനിക്ക് നൽകിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നിർമ്മാണത്തെ സംരക്ഷിക്കുന്നത് എങ്ങനെയായിരിക്കണം, അത് കാലപ്പഴക്കം കൊണ്ട് ചിലപ്പം ചില ഭാഗങ്ങളൊക്കെ നശിച്ചു പോകാം. പക്ഷെ അത്തരം കാര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യനെടുക്കുന്ന എഫേർട്ട് അത് എത്രത്തോളം ആത്മാർത്ഥവും എത്രത്തോളം എഫേർട്ടുള്ളതുമാണ് എന്നുള്ളത് ഞാൻ അവിടെ കണ്ടു. കാര്യം അവിടെ നമ്മൾ ഈ സ്ട്രക്ചേഴ്സിൻ്റെ കാണാൻ പോകുന്ന നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളിലെയും മരങ്ങൾ കാലപ്പഴക്കം കൊണ്ട് നശിക്കപ്പെട്ടു പോകും. അപ്പോൾ ഇത് പുനർനിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് അവിടെ തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പുണ്ട്. ആ വർക്ക്ഷോപ്പിൽ എപ്പോഴും അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ പണി ഒരിക്കലും തീരില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന അത്ഭുതം. ഇത് മുഴുവൻ മരങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ റൂഫ് ആയിക്കോട്ടെ, അതിൻ്റെ പില്ലേഴ്സ് ആയിക്കോട്ടെ, സ്ട്രക്ചേഴ്സ് എല്ലാം ഇത്രയും വുഡൻ സ്ട്രക്ചർ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് എന്ത് സയൻസാണ്, എന്ത് പ്രിൻസിപ്പിളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എനിവേ ദിസ് ഈസ് ഓസം. ഏകദേശം ഈ സ്ഥലമൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ വല്ലാതെ അങ്ങോട്ട് ക്ഷീണിച്ചു. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. ആക്ച്വലി നമുക്ക് 2 മണിക്ക് ശേഷമാണ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയത് റൂമിലേക്ക്. ഐറ ഗ്രാൻഡ് ഹോട്ടൽ പട്ടായ, അവിടെയാണ് നമ്മൾ തുടർന്നുള്ളൊരു 3 ദിവസം നമ്മൾ അവിടെ താമസിച്ചത്. അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു. ആ ഹോട്ടലിലെ അക്കോമഡേഷനും അവിടെയുള്ള ഫെസിലിറ്റീസും ഒക്കെ നമുക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രാൻഡ് ഹോട്ടലിൽ നിന്നും നേരെ പട്ടായ നഗരം ഒന്ന് കാണുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ വെറുതെ ബസ്സിൽ തന്നെ ഒന്ന് യാത്ര ചെയ്തു. അപ്പോൾ പട്ടായ നഗരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-11 മണിയോടുകൂടിയാണ് അത് ഉണരുന്നത് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എങ്കിൽ പോലും നമ്മൾ ആ നഗരത്തിൻ്റെ ചില കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടാസ്വദിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു. കൂട്ടുകാരെ, നമ്മൾ പട്ടായ നഗരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കൽ പോലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഷോ ആണ് അൽക്കസാർ ഷോ. നമ്മൾ സ്ത്രീകൾ നൃത്തം ചെയ്യുന്നത് കാണാം, പുരുഷന്മാർ നൃത്തം ചെയ്യുന്നത് കാണാം. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത ആളുകൾ അതിമനോഹരമാം വിധം അവർ നൃത്തം വയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ ഈ അൽക്കസാർ ഷോ തന്നെ കാണണം. എന്താ പറയുക, ഒരു ശബ്ദം, പശ്ചാത്തല സംഗീതം ആയിക്കോട്ടെ, അതുപോലെ നൃത്തം ആയിക്കോട്ടെ, മറ്റെല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതിഗംഭീരമായി ചെയ്തിരിക്കുന്ന ഒരു നൃത്തം. എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. കാര്യം അത് എടുക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാര്യം നമ്മൾ പട്ടായ നഗരത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ഷോ നേരിട്ട് കണ്ടനുഭവിക്കണം. അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അപ്പോൾ എല്ലാവരും ഈ ഷോ നിർബന്ധമായിട്ടും കണ്ടിരിക്കുക. അൽക്കസാർ ഷോ പട്ടായയിൽ നടക്കുന്ന.
ഹായ്. നമ്മൾ പിറ്റേ ദിവസം പട്ടായ നഗരത്തിൽ നിന്നും കോറൽ ഐലൻഡിലേക്കാണ് പോയത്. കോറൽ ഐലൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും അറിയാം, അവിടെ ഒരുപാട് വാട്ടർ സ്പോർട്സ് ഐറ്റംസ് ആണ്. അതിൻ്റെ അനുഭവങ്ങളൊന്നും ആർക്കും ഷെയർ ചെയ്ത് തരാൻ പറ്റില്ല. കാര്യം അത് സ്വന്തമായിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. പലരും പോയ അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാരാസെയിലിങ്, അതേപോലെ ജെറ്റ് സ്കീയിങ്, അണ്ടർ വാട്ടർ സീയിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഭയങ്കര രസകരമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ ഹൈ സ്പീഡ് ബോട്ടിലുള്ള യാത്ര തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ജെം ഗാലറിയിലേക്കാണ്. ജെം ഗാലറി എന്ന് പറയുന്നത് പട്ടായയിലെ ജെം ഗാലറി എന്ന് പറയുന്നത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് ഞാൻ പറയും. കാര്യം ഓരോ രാജ്യത്തും ഓരോ രീതിയിലുള്ള ജെംസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരിക്കുന്ന ഓർണമെൻറ്റ്സ്, അപ്പോൾ ഓർണമെൻറ്റ്സ് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. പക്ഷേ ഞാനതിൻ്റെ ഇന്ത്യൻ മണിയായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഹൃദയമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇടിച്ചു. അത്രയും വില കൂടിയ സാധനങ്ങളാണ്. എനിവേ ദിസ് ഈസ് എ വൺ ഓഫ് എ കൈൻഡ് ഐറ്റം ഇൻ ദ എവർ ഇൻ വേൾഡ് എന്ന് തന്നെ ഞാൻ പറയും. കാര്യം അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ആ സാധനങ്ങൾ നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാം, അത് നമുക്ക് വാങ്ങിക്കാം. ദാറ്റ്സ് ഓസം. നമ്മൾ ഡേ 3 നമ്മൾ രാവിലെ തന്നെ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. പട്ടായയിലുള്ള ഓതൻറ്റിക് ആയിട്ടുള്ള അവരുടെ ട്രഡീഷണൽ ഡ്രസ്സും ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ഒക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. പക്ഷേ നമ്മൾ ഏകദേശം മോർണിംഗ് ടൈമിലാണ് നമ്മൾ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അത്ര ഒരു ആക്റ്റീവ് ആയിരുന്നില്ല. ഇനിയും നമുക്ക് ആ മാർക്കറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആംബിയൻസ് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നൊരു ദിവസം ഒരു ഈവനിങ് ടൈം അവിടെ എത്തണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. കാര്യം അവിടെയാണ് നമ്മുടെ ഈ അവരുടെ തായ്ലാൻഡിലുള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം നമുക്ക് കിട്ടുന്നത്. നോങ് നോച്ച് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എങ്ങനെയായിരിക്കുമെന്നും അതെങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്നും ഞാൻ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത്. കാര്യം വെറും ഒരു ഗാർഡൻ മാത്രമല്ല, ഇവിടെ ഒരു എലിഫൻറ്റ് ഷോ നടക്കുന്നുണ്ട്. അതുപോലെ ഒരു കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ജുറാസിക് പാർക്കിന് സമാനമായിട്ടുള്ളൊരു പാർക്കുണ്ട് ഇവിടെ. അതൊക്കെ അടിപൊളിയായിട്ട് ഇവർ മാനേജ് ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. എന്താ പറയുക, തായ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ്. ഒരു ഗാർഡൻ എങ്ങനെ സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ ഞാൻ കണ്ട കാഴ്ചയിലുള്ള വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. അത്ഭുതങ്ങൾ ഒരുപാട് കാണാനുണ്ട്.
യെസ്, അങ്ങനെ നമ്മൾ ടൈഗർ പാർക്കിലെത്തി. അവിടെയുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ അനുഭവങ്ങളായിരുന്നു. കാര്യം നമുക്ക് കടുവയെ നേരിട്ട് കാണാനും അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അതിനെ തൊടാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന ഒരു അസുലഭ സുന്ദരമായ ഒരു നിമിഷം. തായ്ലാൻഡിൽ ഏറ്റവും കൂടുതലുള്ളത് ബുദ്ധിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രീബുദ്ധ ടെമ്പിളുകൾ നമുക്കവിടെ കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബിഗ് ബുദ്ധ ടെമ്പിളാണ്. ഇത് ഗോൾഡൻ ടെമ്പിളാണ്. ഇതിനകത്തുള്ള വിഗ്രഹത്തിൻ്റെ പ്രത്യേകത ഇത് ഏകദേശം 5.5 ടൺ ഭാരമുള്ള പ്യുവർ ഗോൾഡാണ്. പിറ്റേന്ന്, അതായത് നമ്മൾ 4ാമത്തെ ദിവസം നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പോയിരിക്കുന്ന സ്ഥലം സഫാരി വേൾഡാണ്. അത് ബാങ്കോക്കിലുള്ള ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. ഒരുപാട് എന്താ പറയുക, നമ്മുടെ സഫാരി വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാടിനകത്തെ കൂടിയുള്ള സഫാരി ഉണ്ടാവും. പിന്നെ ഒരുപാട് ഷോസ് ഉണ്ട്. നമ്മൾ തന്നെ മനുഷ്യന്മാർ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഷോസ് ഉണ്ടാവും. അത് നമുക്കൊക്കെ എന്താ പറയുക, അത്ഭുതമാണ്. കാര്യം അതെങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു, അതത്ര ഒരു ടൈമിങ് ചെറുതായിട്ടൊന്നും നമുക്ക് പാളിപ്പോയി കഴിഞ്ഞാൽ ആ ഷോ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യേണ്ടി വരും. പക്ഷേ അത്രയും പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ പശ്ചാത്തല സംഗീതവും മറ്റു കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഷോ. ഞാൻ ബാങ്കോക്കിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. തായ്ലാൻഡിലുള്ള ഒരു ഒറാങ്കുട്ടാൻ കുരങ്ങാണത്. അതിൻ്റെ പേര് ചിങ് ചോങ് ചിങ് എന്നൊക്കെയാണ്. എനിവേ ഭയങ്കരമായൊരു അനുഭവമായിരുന്നു അത്. എനിവേ തായ്ലാൻഡ് യാത്ര അടിപൊളിയായിരുന്നു. ഈ യാത്ര ഇത്രയും നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിച്ചത് യാത്രി ഏജൻസി കലൂർ അവരാണ് നമ്മുടെ ഏജൻസി. അവർ വളരെ നല്ല രീതിയിൽ തന്നെ അവർ പ്രോഗ്രാംസൊക്കെ ഷെഡ്യൂൾ ചെയ്തു, നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ വണക്കം.